ട്രെൻഡ് പിന്നെ മാറി തുടങ്ങി. വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിൽ കൊല്ലല് ഒരു വശത്തുകൂടെ നടക്കുന്നു. മറുവശത്ത് വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരത് ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിൽ കയറി മറ്റു വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നു. നമ്മുടെ നാട് നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. അതെ, ഓരോ ദിവസവും വേണ്ട, ഒരു ദിവസത്തിൽ തന്നെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എത്ര ടൈപ്പ് ഓഫ് ഇതുപോലുള്ള വാർത്തകളല്ലേ, വ്യത്യാസത്തിലല്ലേ വാർത്തകൾ വരുന്നത്. ഇതിൽ ഏത് കൊടുക്കണം, ഏതിനെ കുറിച്ച് ചർച്ച ചെയ്യണം, നമ്മൾ ഇങ്ങനെ വെമ്പൽ കൊണ്ടോണ്ടിരിക്കുകയല്ലേ. നമ്മൾ എവിടെ കുറിച്ച് പറയും, നമ്മൾ ഇത് ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്താലും സ്വയം ഓരോ ആളുകളും വിചാരിക്കാതെ ഒരു കാര്യങ്ങൾക്കും ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. ഇതിപ്പോ ഇത് ഒരുപക്ഷെ ആ അമ്മയും അച്ഛനും ആ കുട്ടികളെ വന്ന് തല്ലിയത് തീർച്ചയായിട്ടും തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ഈ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവരും അല്ല, നിയമ നടപടി അവരുടെ ഒരു ചിന്താഗതി, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല. ഒരു പക്ഷേ അതായത് അധികാരികൾ, ഇപ്പൊ സ്കൂൾ അധികൃതര് യാതൊരുവിധ നടപടിയും ഒരു കാര്യങ്ങളും എടുക്കുന്നതായിട്ട് പൊതുവെ കാണുന്നില്ല. പറഞ്ഞു വരുന്ന അവർ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവര് ചിന്തിച്ചപ്പോൾ അവരുടെ കുഞ്ഞിന്, അതായത് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു കുട്ടീനെ തല്ലിക്കൊന്നൊരു കാര്യം, അതിന്റെ എക്സാം എഴുതാൻ പറ്റും, നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാവാം ഒരുപക്ഷെ ആ പേരൻസ് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രശ്നം ഉണ്ടാവാതെ സ്വാഭാവികമായിട്ടും ഒരു അമ്മയും അച്ഛനും വന്ന് സ്കൂളിലെ കുട്ടികളെ കയറി തല്ലില്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അച്ഛനും അമ്മയും മാത്രമല്ല, അല്ലെങ്കിൽ സ്കൂളിന്റെ അധികൃതർ മാത്രമല്ല, കുട്ടികളുടെ സ്കൂളുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സ്കൂളുകൾക്കുള്ളിൽ തീർന്നില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അത് കണ്ടറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ സ്കൂളിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്കൂൾ അധികൃതർ വേണ്ടേ അതിനെ അവിടെ തടഞ്ഞു നിർത്താനോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകാനോ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വിദ്യാർത്ഥികളുടെയും അച്ഛനെയും അമ്മയും വിളിച്ച് വിവരം ധരിപ്പിച്ച് കുട്ടികളെ തിരുത്താനും അവർ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതല്ലേ? അവരെന്ത് ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത. സാറുമാർക്കൊക്കെ കുഞ്ഞുങ്ങളെ പേടിയാ. എന്റെ പൗർണമി സാറുമാരൊക്കെ പേടിച്ചോടി മാളത്തിൽ ഒളിച്ചിരിക്കുക. അത്രയ്ക്ക് ഗംഭീര സ്വഭാവം. കാരണം ഇതല്ലേ തന്തേന്നുള്ളേ കാണിക്കുന്നേ. അതേന്നുള്ളേ കാണിക്കുന്നത്. നമ്മളൊക്കെ പരസ്പരം ഇടിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്തും കൂട്ടുകാരെ തമ്മിൽ ആമ്പിള്ളേരെ തമ്മിൽ ഉരുട്ടിപ്പിടുത്തവും ഊഴിക്കടകാനും കസേരക്കടിയും മേശ അടിക്കൂടും ഓട്ടലും ഒക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. മിക്സഡ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാം, ആമ്പിള്ളേരെ തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ട്. പുറത്തിറങ്ങി വരുമ്പോൾ അവന്റെ ആക്രോശിക്കും, നീ പുറത്തിറങ്ങടാ, സ്കൂളിന് പുറത്തിറങ്ങണം. അപ്പോഴും അവർ പറഞ്ഞത് ശരി, നീ സ്കൂളിന് പുറത്തിറങ്ങടാ, ഞങ്ങൾ കാണിച്ചു തരാമായിരുന്നു. അപ്പോഴും അവിടെ എച്ചമ്മ ഒരു വടിയുമായിട്ട് വന്ന് നിൽക്കും. കിടന്ന് അംഗം കാണിച്ചാ നിന്റെയൊക്കെ തന്തേന്നുള്ളേ ഞാൻ ഇവിടെ വരുത്തിക്കും എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഓക്കെയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന സ്കൂളിന്റെ മതിലിന് പുറത്തായിരിക്കും മിക്കപ്പോഴും അടിയും ബഹളും. അതും കൂടി വന്ന തന്നെ ഷട്ട കുറച്ച് പൊടിയും, ഷട്ട ചിലപ്പോൾ ഒന്ന് കീറും. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്നിപ്പോ ഇതല്ലേ കാണിക്കുന്നത്. ഇപ്പൊ ഇന്നലെ നടന്ന ഇൻസിഡന്റ് ആണ് ഇത്. ബാലുശ്ശേരിയിലെ, കോഴിക്കോട് ബാലുശ്ശേരിയുടെ അടുത്തൊരു സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നൊരു ഇൻസിഡന്റ് ആണിത്. അവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്തോ ചെയ്തു, അവൻ ടീസ് ചെയ്യുകയോ എന്തോ ചെയ്തു. അതിന് പകരമായിട്ട് എന്റെ മകന്റെ നേരെ ആക്രോശിച്ചാൽ, അവനെ നിങ്ങൾ ടീസ് ചെയ്താൽ നിന്റെയൊക്കെ അനുഭവം ഇതായിരിക്കും എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറി ക്ലാസ്സിൽ കയറി പിള്ളേരെ വലിച്ചിറക്കി അവരുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് തല്ലി. അപ്പോൾ ഇവിടെ പൗർണമി പറഞ്ഞത് ഒരുപക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവാം, അവരുടെ പെർസ്പെക്റ്റീവ് ഇതായിരിക്കും, അവർക്ക് നീതി കിട്ടത്തില്ല. ഒരുപക്ഷെ ഷഹബാസിന് സംഭവിച്ച പോലെ എന്റെ മകനും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാമെന്നോ പേടി കൊണ്ടാണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അതാണോ അവരുടെ മാനസികാവസ്ഥ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നിയമം ഇതിലിപ്പോ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ഇവിടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് അധ്യാപകർക്ക്, രക്ഷകർത്താക്കൾക്ക് ക്ലാസ്സിൽ കയറാൻ സാധിച്ചത്? അപ്പൊ അധ്യാപകർ അവിടെ നോക്കൂത്തിയോടാണോ? അധ്യാപകർ വെറും പിണ്ടങ്ങളാണോ? അല്ല, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. സ്കൂളുകളിൽ ഇപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ, ഇപ്പം നല്ല അധ്യാപകരും മോശം അധ്യാപകരും ഉണ്ട്. അല്ല, നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അല്ലെ മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ, അധ്യാപകർക്ക് കൊടുക്കേണ്ട മിനിമം അധികാരം അത് അവർക്ക് തന്നെ കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് അത് ചീന്തിയെടുത്തതാണ് ഈ കണ്ട പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള മേജർ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള റീസൺ. അല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളെ ഒന്ന് അടിച്ചാൽ അല്ലെ ഒന്ന് ശാസിച്ചാൽ, നമുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നല്ല അടിയും വഴക്കൊക്കെ. നമ്മൾ ഇന്നും ആ ടീച്ചേഴ്സിനെ കാണുമ്പോൾ വെറുപ്പോടെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഒരിക്കലും അല്ല. നമുക്ക് സ്നേഹത്തോടെ, ഓക്കെ അവരന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് ചിലപ്പം എന്തിനാണ് തല്ലിയത് എന്ന് പോലും അറിയാത്ത ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പോഴും അറിയില്ല അന്ന് എന്തിനായിരുന്നു ആ തല്ല് കിട്ടിയത്. എല്ലാവർക്കും കൊടുത്തു, നമുക്കിട്ടും കിട്ടി. പക്ഷെ അതൊക്കെ വളരെ രസകരമായി ചിരിച്ചൊരു ഓർമ്മകൾ മാത്രം, നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ചെറിയൊരു ഇൻസിഡന്റ്, അത് അവിടെ കഴിഞ്ഞു. ഇത്രയും ഒരു ക്രൂര മനോഭാവം അല്ലെങ്കിൽ ഇത്രയും ഒരു വൈരാഗ്യ ബുദ്ധി എന്തിനാണ്? ഇപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ
നേരത്തെ ഒരു ടീച്ചറെ നമ്മൾ കമന്റ് അടിക്കുമായിരുന്നു. ഒരു ടീച്ചറിനെ നമ്മൾ പഠിപ്പിക്കാൻ വന്ന് എത്ര ബഹുമാനത്തോടെ എത്ര പേടിയോടെയാ കണ്ടത്. പേടി വേറൊന്നുമല്ല, പേടി ആവശ്യമാണ്. അല്ലാതെ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പേടി വേണം. അതെ, അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കുക തന്നെ വേണം. പേടി ഇൻ ദ സെൻസ് നമ്മൾ പഴയ കുട്ടികൾ മാറി. ആ പേടിപ്പൽ ഇന്നത്തെ പേടിപ്പിക്കൽ ആയിട്ട്, അന്നത്തെ പേടിപ്പിക്കൽ ഇന്നത്തെ പേടിപ്പിക്കലിന് ആ ഒരു ഡെഫിനിഷൻ മാറിപ്പോയി. അന്ന് പേടിപ്പിച്ച പോലെ ഇന്ന് പേടിപ്പിക്കാൻ പറ്റില്ല, കുട്ടികൾ പേടിക്കില്ല. പക്ഷേ ആ പേടിപ്പിക്കലിന്റെ ഡെഫിനിഷൻ നമുക്ക് മാറ്റാം, അല്ലേ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളുടെ ആ തലമുറ, അന്നത്തെ സാറുമാരും അന്നത്തെ തലമുറയും തമ്മിലുള്ള ഒരു റാപ്പ് അങ്ങനെ ആയിരുന്നു. സാറുമാർ വഴക്ക് പറഞ്ഞാൽ അവരോട് സ്നേഹം നമുക്ക് കൂടും. അവർക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും സ്നേഹം. വഴക്ക് പറയുന്ന സാറല്ലേ, അടിക്കുന്ന ഇന്ന സാറല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ് സാറിനെ, നിന്നെയൊക്കെ ആ സാറിന്റെ ക്ലാസ്സിൽ വിട്ടാൽ മതി, നീയൊക്കെ കറക്റ്റ് അച്ചടക്കത്തോടു കൂടി പഠിച്ച് പൊളിയായിട്ട് ഇറങ്ങും എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്ന് കുഞ്ഞിനെ ഒന്ന് പിച്ചിയാൽ ആ കുഞ്ഞിനെ ആ പിച്ച് കിട്ടിയ കൊച്ചിന്റെ അച്ഛൻ തിരിച്ച് അധ്യാപകരെ പിച്ചുന്ന കാലമാണ്. അതിന്റെ വേറൊരു പതിപ്പാണ് ഇന്നലെ ഇവിടെ നടന്ന ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു, അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അധ്യാപകർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകർ അതിനെതിരെ നടപടി എടുക്കത്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇവരൊന്നും ഭയപ്പെടുന്ന, പൗർണമി പറഞ്ഞ പോലെ മേ ബി അങ്ങനെ ആവാം. സ്കൂളുകാർ പറഞ്ഞാൽ കേൾക്കില്ല, അതുകൊണ്ട് ഒരു പക്ഷേ മേ ബി ആ 9ാം ക്ലാസ്സുകാരൻ ഈ 10ാം ക്ലാസ്സുകാരിൽ നിന്ന് ഇനിയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങും എന്നുള്ള ഭയത്താൽ ഒരു വാണിംഗ് എന്ന നിലയിലാവാം ഒരു പക്ഷേ 9ാം ക്ലാസ്സുകാരന്റെ അച്ഛനും അമ്മയും ചെന്ന് 10ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത്. പക്ഷേ മർദ്ദിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല. ഒന്ന് വേറെ ചെന്ന് ത്രട്ടൺ ചെയ്യാം, അതും സ്കൂളിൽ പുറത്തിറക്കി നിർത്തിയിട്ട്. മാത്രമല്ല ഈ പറയുന്ന 10ാം ക്ലാസ്സുകാരും അനാഥാലയത്തിൽ വരുന്ന കുട്ടികളല്ല, അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു പാരന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പേഴ്സണലി, സ്കൂളിന്റെ ഒഫീഷ്യൽ വേണ്ട, അല്ലാതെ സ്കൂളിൽ പുറത്ത് നിന്നുകൊണ്ട് എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളെക്കാൾ ഇളയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് വളരെ നല്ല ചിന്തയോടുകൂടി നല്ല സംയമനത്തോടുകൂടി ഈ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടികളുടെ അച്ഛനമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടോ ആ വീട്ടിൽ ചെന്നോ സംസാരിക്കാം. എന്തിനാണ് നിങ്ങളുടെ കുട്ടികൾ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അവൻ എന്ത് തെറ്റാ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും അങ്ങ് കയ്യാങ്കളിയാണ്. ഇവരൊക്കെ എന്താ, നമ്മള് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വാളെടുത്തവൻ വാളാലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇത് തന്നെ കണ്ടല്ലേ കുട്ടികളും വളരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 9ാം ക്ലാസ്സുകാരന്റെ മനസ്സിലപ്പോ എന്തായിരിക്കും ഇനി ഉണ്ടാവുക? അവൻ ഇനി ആരെയും പേടിക്കത്തില്ല. എന്റെ അപ്പനും അമ്മയും ഇനി സ്കൂളിൽ കയറി തല്ലും, ആ ഒരു ചിന്താഗതിയാണ്, ആ ഒരു മോറൽ, ആ ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വിഷനാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ 9ാം ക്ലാസ്സുകാരൻ ഈ ഒരു ധൈര്യമാണ്. അതേപോലുള്ള 9ാം ക്ലാസ്സുകാർക്കൊക്കെ ഇതൊരു ധൈര്യമാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥ കാര്യം എന്താണെന്ന് അന്വേഷിക്കണമായിരുന്നു. ഒരു പക്ഷേ ഈ 9ാം ക്ലാസ്സുകാരനായ അവരുടെ മകന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചോദിക്കണമായിരുന്നു. നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, നീ ഇനി മേലിൽ അത് ചെയ്യരുത്. അവരോട് നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ നീ സോറി പറ, അവർ ചെയ്ത തെറ്റിന് അവരും നിന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ലൊരു മാതൃകയായിരുന്നു. അതെ, അവന്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എങ്കിൽ പോലും ഈ പറയുന്ന പോലെ തെറ്റുകളില്ലെങ്കിലും ഈ പറയുന്ന പോലെ 10ാം ക്ലാസ്സുകാരുടെ അച്ഛനെയും ഇവർക്ക് കാണാമായിരുന്നല്ലോ. അധ്യാപകരുമായിട്ട് ആദ്യം തന്നെ ബന്ധപ്പെടാൻ ആലോചിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവർ സ്കൂളിൽ കയറി തല്ലുക, അച്ഛനും അമ്മയും തല്ലുക എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ സിനിമയിൽ പോലും കണ്ടിട്ടില്ല. വേറൊരു സ്കൂളിലെ കുട്ടികൾ മറ്റൊരു സ്കൂളിൽ കയറി തല്ലുന്നതൊക്കെ നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടില്, നമ്മുടെ ഈ മലയാള നാട്ടില് ഇങ്ങനെയൊക്കെ നടക്കാന്ന് പറയുന്നത് സത്യത്തിൽ ഇനി ഇതിലപ്പുറം ഒക്കെ കേൾക്കേണ്ടി വരും. ഇനി സ്കൂളിലൊക്കെ റേപ്പ് തന്നെ നടക്കുമെന്ന് പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിപ്പോ അധ്യാപകരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണെന്നുള്ളത് പല ടൈപ്പ് ഓഫ് വാർത്തകളിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ശരിക്കും ആരെ വിശ്വസിക്കണം, എവിടെ പോവണം, ആരോട് പറയണം, എന്തിനാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്, എവിടുന്ന് നീതി കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ സമ്മാനിക്കുന്നത് ഇങ്ങനെയാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൃത്യമായി ഫോളോ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകണം, അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും, അതിന് നമ്മുടെ ഇവിടെ നിയമമുണ്ട്, നീതിയുണ്ട് എന്നൊക്കെ. പക്ഷേ അതിനൊന്നും വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലുകൾ വരുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ കയ്യാങ്കളിയിലേക്ക് സ്വയം എടുത്തു ചാടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ഒരു ഫലമുണ്ട് അല്ലെങ്കിൽ കാര്യമുണ്ട് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ ആദ്യം ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അതെ, അത് മാത്രമല്ല ഇന്ന് കുഞ്ഞുങ്ങൾ തമ്മിൽ ഇന്ററാക്ഷൻ കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പിഞ്ചു മനസ്സെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ക്രൂര മനസ്സാക്കി നമുക്ക് ആ ഡെഫിനിഷൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇന്ന് പണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ ഒരിക്കലും പാരന്റ്സ് ഇടപെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അവർ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ പോട്ടടാ അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയത്, നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. ഞാനും ചോദിക്കട്ടെ, ഇപ്പൊ ഫസ്റ്റ് ജൂനിയർ സീനിയേഴ്സ് എന്ന ലെവലിൽ എത്തി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസമേ ഉള്ളൂ ജാടയും ഇതുമൊക്കെ. അത് കഴിഞ്ഞ് ഒരു ആർട്സ് ഡേ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് ഡേ, ഒരു സ്കൂൾ ഡേ കഴിയുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സായി. പിന്നെ കാരണം പരിപാടികളായി, അവരുടെ പരസ്പരം ഗ്രീൻ റൂമിൽ കണ്ടുമുട്ടുക, കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മത്സരം, നാടകം, മറ്റു മത്സരങ്ങൾ, സ്പോർട്സ്, ഇതിലെല്ലാം ഒന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സായി. പിന്നെ ജൂനിയർ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുണ്ട് കേട്ടോ. അന്ന് ശരിക്കും പറഞ്ഞാൽ തമ്മിൽ തല്ലുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സ്കൂളിലെ കുട്ടികളാണ്.
നമ്മുടെ ഒരു സ്കൂൾ മൊത്തം ഒരു ഗ്യാങ്ങിന് ഒരു ഗ്യാങ് ആണ്. അന്ന് പറയുന്നതേ നമ്മൾക്ക് നമ്മുടെ സീനിയർ ചേട്ടന്മാരോട് പറയാം. അത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം കൊള്ളുന്നത് കേട്ടോ. കാരണം വെച്ചാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പറയണം നമ്മുടെ സീനിയർ ചേട്ടന്മാരോട് പറയും, നമ്മുടെ +2 ചേട്ടന്മാരോട് പറയാം, അപ്പുറത്തവന്മാർ നമ്മളെ കളിയാക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ സ്കൂളിലെ പെമ്പിളാരെ കളിയാക്കുന്നതാന്ന് പറയുമ്പോൾ ആ ഒരു ഒത്തൊരുമ അതിന് എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒത്തൊരുമ ഇല്ലെങ്കിൽ വേണ്ട പൗർണമി. കാരണം പരസ്പരം വൈരാഗ്യത്തിന്റെ അങ്ങേയറ്റമായി മാറിയിരിക്കുന്നു. ക്രൂരതയുടെ ഒരു വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. ഒരു റാഗിങ്ങിൽ തുടങ്ങി ആത്മഹത്യ ചെയ്ത ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ അതിൽ തുടങ്ങിയ വാർത്തകളാണ് ഇന്നിപ്പോ റാഗിങ്ങിലൂടെ കൊന്നെങ്കിൽ ഇപ്പൊ അടിച്ചുകൊല്ലലും കൂട്ടക്കൊലയുമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു വർഷം തുടങ്ങിയിട്ട് എണ്ണിയാ തീരുന്നില്ല. ഒരു ദിവസം തന്നെ നമ്മൾ ഓരോ കേസുകൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഏതാണ് കൺഫ്യൂഷനാണ്. ഏതിനെ പറ്റിയാണ് പറയുന്നത്? അവിടെ നടന്നാണോ, അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്തെയാണോ, അതോ കോഴിക്കോടാണോ, മലപ്പുറമാണോ, കണ്ണൂരാണോ, അല്ലെങ്കിൽ കൊല്ലമാണോ? എല്ലാ ജില്ലകളിലും മത്സരമാണ്, ജില്ലകൾ പരസ്പരം. കേരളത്തിൽ തന്നെ അങ്ങോളം ആരാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകാരെ തല്ലിക്കൊല്ലുന്നത് എന്നുള്ളൊരു സെൻസസ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നി ഇപ്പൊ സ്കൂളുകളിൽ അല്ലേ. ഇവിടെ അധ്യാപകർക്ക് ഒരു റോളും ഇല്ല, രക്ഷകർത്താക്കൾക്ക് ഒരു റോളില്ല. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. കുറെ കരച്ചിലും, കുറെ മാധ്യമങ്ങൾക്ക്, കുറെ പത്രത്താളുകൾ കണ്ണീർ ഫോട്ടോകൾ നിറയ്ക്കാമെന്നല്ലാതെ എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത്? അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അധ്യാപകർക്ക് അധ്യാപകരുടെ സ്ട്രിക്ട്നെസ് കൊടുക്കുക, പാരൻസിന്റെ രീതികൾ നടപ്പിലാക്കുക, സ്കൂളുകാരുടെ രീതികൾ നടപ്പിലാക്കുക. ഗവൺമെന്റ് അതിന് അനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വിദ്യാലയങ്ങൾ ചോരക്കളമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.